ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു കോംബോ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഇടാറുള്ള 499ൻ്റെ 10 കോംബോ. പക്ഷേ ഇത്തവണ നമുക്ക് 10 റോസ് തികച്ചില്ല, 8 റോസാണുള്ളത്. നമ്മുടെ 8 റോസ് കോംബോയുടെ വീഡിയോയാണ് ഇന്നത്തെ വിശേഷം. എത്ര ചെറിയ ചെടിയായാലും കുഴപ്പമില്ല, ഞങ്ങൾ പിടിപ്പിച്ചെടുത്തോളാം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ കോംബോ ഇപ്രാവശ്യം 8 എണ്ണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ പ്ലാന്റ്സിനെ ഓരോന്നായി നമുക്ക് കാണാം. ആദ്യമേ തന്നെ കഴിഞ്ഞ തവണ ഒരുപാട് പേർ കോംബോ അല്ലാതെയും എല്ലാം ചോദിച്ചു വന്ന് തികയാതെ പോയിട്ടുള്ള നമ്മുടെ റെഡ് റിച്ച് റോസാണ്. റെഡ് റിച്ച് റോസ് നാടൻ വെറൈറ്റി നമുക്ക് വലിയ പ്ലാന്റ്സ് എപ്പോഴും വരാറുള്ളത്. കോംബോ ഇടണ്ട എന്നുള്ളത് തന്നെയാണ് നല്ല വളർന്നിട്ടുള്ള, പക്ഷേ ഇതിങ്ങനെ ചോദിച്ചുള്ള ഒരുപാടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് 499 ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ കോംബോ എന്ന് പറയുമ്പോൾ ചെറിയ ചെടികളാണ്, ചെറിയ കവർ ചെടി ആരാധകരും പ്രത്യേകം പറയാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഈ ഒരു റോസ് ചെറിയ ചെടിയല്ല, നല്ല മെച്ചറായിട്ടുള്ള കമ്പുകളോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നാടൻ ചെടികളിലൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ റെഡ് റിച്ച് റോസ്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഒരു കസ്റ്റമറുടെ റെഡ് റിച്ച് റോസാണ്. ഇനി രണ്ടാമത്തെ ആൾ നമ്മുടെ പിങ്ക് 7 ഡേയ്സ് റോസാണ്. എപ്പോഴും നമ്മൾ സമ്മർ സ്നോയുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇത്തവണ നമുക്ക് സമ്മർ സ്നോ ഇല്ല, നമ്മുടെ കയ്യിൽ പിങ്ക് സമ്മർ സ്നോ ആണുള്ളത്. ഈ സെയിം ചെടികൾ തന്നെയാണ് ഇപ്പോൾ പൂക്കൾ കൊഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിനകത്ത് പൂക്കളില്ലാത്ത ഈ കാണുന്ന സൈസിലുള്ള ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പിങ്ക് സമ്മർ സ്നോ റോസ് അല്ലെങ്കിൽ അഹല്യ റോസ് എന്നൊക്കെയാണ് നമ്മൾ ഈ റോസിനെ പറയാറുള്ളത്. അപ്പോൾ അഹല്യ റോസാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ എന്നുമുള്ള എപ്പോഴും നമ്മുടെ കോംബോയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നാടൻ റോസുകളിൽ ഏറ്റവും വലിപ്പമുള്ള, ഒരുപാട് ദിവസം നിൽക്കുന്ന, 7 ദിവസം നിൽക്കുന്ന നമ്മുടെ 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് റോസിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള ചെടികളാണ്. ഒരുപാട് പേർ ഈ സൈസ് ചെടികൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് പലരും എനിക്ക് റിവ്യൂ ഇടുമ്പോൾ. പക്ഷേ ചെറിയ ചെടികൾ പിടിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണത്. അപ്പോൾ അടുത്തത് നമ്മുടെ കമ്മൽ റോസാണ്. കമ്മൽ റോസ് എന്ന് പറഞ്ഞാൽ നാടൻ ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പൂക്കളോട് കൂടിയ മുല്ലമൊട്ട് പോലെ പൂക്കൾ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന, പടർന്ന് വളരുന്ന നാടൻ ചെടിയാണ്. നന്നായിട്ട് ചട്ടി നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി കിടക്കുന്നത് പോലെ വിരിഞ്ഞ് നിൽക്കുന്ന കമ്മൽ റോസാണ് നമ്മുടെ കോംബോയിലെ അടുത്ത ആൾ. ഇനിയുള്ളത് തഞ്ചാവൂർ റെഡ് റോസാണ്. തഞ്ചാവൂർ റെഡ് റോസിൻ്റെ ചെടികൾ കൊണ്ടുവരുമ്പോൾ അതിൽ പൂക്കൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, ചെറുതായിരിക്കും. ഇവിടെ വന്ന് വിരിയുമ്പോൾ, അതായത് നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് മൊട്ടോടുകൂടി ഇവിടെ കൊണ്ടുവരുന്ന ചെടികൾ ഇവിടെ വിരിയുമ്പോൾ ചെറിയ പൂക്കളായിട്ടായിരിക്കും വിരിയുക. കുറച്ച് വൈകല്യങ്ങളോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വിരിയുക. ആ കാലാവസ്ഥ ചേഞ്ച് അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്, അവരതുമായിട്ട് അഡ്ജസ്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മളത് നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ ഈ ചെടിയുടെ പൂക്കൾ വളരെ വലുതായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ നിറത്തോടു കൂടിയും ഡബിൾ ഷെയ്ഡിലുമൊക്കെ വിരിയും. അപ്പോൾ ഇതും നമ്മുടെ അതേ കസ്റ്റമറുടെ തഞ്ചാവൂർ റെഡ് റോസാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് തഞ്ചാവൂർ റെഡ് റോസ് നമുക്ക് വിരിയുക. ഇനിയുള്ളത് എല്ലായ്പ്പോഴും ഉള്ള നമ്മുടെ നാടൻ പട്ട് റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റി റോസാണ്. നാടൻ പട്ട് റോസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ മുള്ളില്ലാത്ത റോസല്ല നമുക്കുള്ളത്. എല്ലാവർക്കും ഉള്ളത് മുള്ളുള്ള, അതായത് ഒരു പൂ പറിക്കാൻ പോലും ആ മുള്ള് ദേഹത്ത് കൊണ്ടാൽ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് വേദനയാണത്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത നാടൻ പട്ട് റോസ്, മുള്ളില്ലാത്ത നാടൻ പട്ട് റോസ്. ഇനിയുള്ളത് നമ്മുടെ ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്കൊരിക്കലും പനിനീർ റോസ് ചോദിച്ചു വരുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. അപ്പോൾ പലർക്കും പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ്. പക്ഷെ നമ്മുടെ ചെടികളിൽ പൂക്കളോട് കൂടിയിട്ടും പൂക്കൾ കൊഴിഞ്ഞിട്ടുമൊക്കെയാണ് ഉള്ളത്. ഇപ്രാവശ്യമുള്ള ചെടികളുടെ എല്ലാം പൂക്കൾ കൊഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതാണ് പനിനീർ റോസാണ് നമ്മുടെ അടുത്ത ആൾ. അപ്പോൾ നമുക്ക് അടുത്ത ആളെ കാണാം. എട്ടാമത്തെ ആൾ ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്, നാടൻ പിങ്ക് ബട്ടൺ റോസ്. പിങ്ക് ബട്ടൺ റോസ് ചില സമയത്ത് നന്നായിട്ട് വിരിയാറുണ്ട്. വിരിഞ്ഞ ഒരു പൂവാണിപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് പിങ്ക് ബട്ടൺ റോസിൻ്റെ പ്ലാന്റ് സൈസ്. കമ്പാരിറ്റീവ്ലി മറ്റ് ചെടികളെ അപേക്ഷിച്ച് ചെറുതാണ്. മറ്റ് എല്ലാ ചെടികളും ഇപ്രാവശ്യം ഏകദേശം നല്ല അത്യാവശ്യം നീളത്തിലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ ചെടികളും നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. നന്നായി ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നവർക്ക് ഇത്
ഒരു ഈസിയാണ്, വളരെ നന്നായിട്ട് ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരുവിധം നന്നായിട്ട് വേരോടിയിട്ടുള്ള നീളമുള്ള ചെടികളാണ് ഒരുവിധം എല്ലാം. ഇപ്പോൾ തഞ്ചാവൂർ റെഡൊക്കെ ഇപ്രാവശ്യം കുറച്ചും കൂടെ മെച്ചുറായിട്ടുള്ള ചെടികളാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കമ്മൽ റോസും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. 7 ഡേയ്സ് വലിയ പൂക്കളോട് കൂടി തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ റെഡ് റിച്ചിൻ്റെ കാര്യം പറയണ്ട, നന്നായിട്ട് വളർന്നിട്ടുള്ള ചെടികളാണ്. അങ്ങനെ നമ്മുടെ ഈ 8 കോമ്പോയുടെ റേറ്റിനെ കുറിച്ചായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. വിലയിൽ നമ്മൾ യാതൊരു വ്യത്യാസവും ചെടികൾ കുറവാണെന്ന് വെച്ചിട്ട് വരുത്തിയിട്ടില്ല. സെയിം വില തന്നെയാണ് നമ്മളിപ്പോൾ പ്രാവശ്യവും ഇട്ടിരിക്കുന്നത്. 419 രൂപയാണ് CC ഉൾപ്പെടെ നമ്മുടെ ഈ 8 കോമ്പോയുടെ റേറ്റ്. അപ്പോൾ 419 അതാണ് നമ്മുടെ കോംബോ റേറ്റ്. അപ്പോൾ ഈ 419 രൂപയ്ക്ക് ഈ 8 ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ വാങ്ങി വളർത്താൻ കോൺഫിഡൻസ് ഉള്ളവരും താല്പര്യമുള്ളവരും എക്സ്പീരിയൻസ് ആയിട്ട് വാങ്ങി വളർത്തി നോക്കാം എന്നുള്ളവരും ഈ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ കോംബോ 419 വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ടും നമ്മൾ ഗൂഗിൾ പേ ഇടുന്ന നമ്പറും പേരും നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങളതിൽ പേ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും DTDC നിൽക്കുന്ന സ്ഥലവും കൂടി ചേർത്ത്, DTDC ലൊക്കേഷൻ ചോദിക്കുമ്പോൾ പലരും അങ്ങനെ ഇട്ട് തരാറില്ല. പക്ഷേ അതൊരു അത്യാവശ്യമായൊരു സംഗതിയായിട്ട് വന്നിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അഡ്രസ്സും ക്യാഷ് പേ ചെയ്ത സ്ക്രീൻഷോട്ടും അതുപോലെ DTDC ലൊക്കേഷനും തന്നതിന് ശേഷം നിങ്ങൾ വളരെ കൂളായി കാമായി വെയിറ്റ് ചെയ്യുക. ഈ ആഴ്ച വരുന്ന വീഡിയോ നമ്മൾ അടുത്ത വ്യാഴത്തിനുള്ളിൽ മറ്റ് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവധികളോ അതല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഓർഡർ നമ്മൾ അയച്ചു തീർക്കുന്നതാണ്. 2 ആഴ്ചയ്ക്ക് മേളിലൊന്നും നമുക്ക്, അതായത് 2 വർക്കിംഗ് വീക്ക്, അതായത് തിങ്കൾ ടു വ്യാഴം ദിവസം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ, അതിന് മേലെയൊന്നും നമ്മൾ ആരുടെയും ഓർഡർ അയക്കാതെ ഇരുന്നിട്ടില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും അവധികൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാഴ്ച ഫുള്ള് അവധിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്ലാൻസ് അയക്കാനേ പറ്റിയിട്ടില്ല. ക്രിസ്മസിൻ്റെ അവധി കാരണം തലേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒന്നും അയക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലാൻ സൈസാണ്. പിങ്ക് ബട്ടൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള 8 പ്ലാൻസിൻ്റെയും പ്ലാൻ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം കൂളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ ഓർഡറാണ് നമ്മൾ ആദ്യമേ അയക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ഓർഡർ തന്നിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് നമ്മളെ ഇടങ്ങേറാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അയച്ചു തരാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മളോട്. ഒരു കാര്യങ്ങളില്ല, നമ്മളെല്ലാ പേരുടെയും മെസ്സേജസ് ഓപ്പൺ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്, പ്ലാന്റ്സിൻ്റെ പെസ്റ്റിസൈഡ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പ്ലാന്റ്സ് എങ്ങനെയാണ് അയക്കുന്നത്, എങ്ങനെയാണ് നടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി. പക്ഷേ ഇത് ഒരു കാര്യങ്ങളില്ലാതെ നിങ്ങൾ തിങ്കളാഴ്ച അയക്കുമോ, തിങ്കളാഴ്ച അയച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച അയക്കുമോ, അതല്ലെങ്കിൽ ഇന്ന് അയക്കുമോ, നാളെ അയക്കുമോ, ഇങ്ങനെ പറഞ്ഞ് അത് പകരം ഇത് വയ്ക്കുമോ, ഇത് പകരം അത് വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അത് പിന്നെ നമുക്ക് പറയാം, അത് അവരുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം എന്ന്. പക്ഷേ അങ്ങനെ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതാനായിട്ട് എനിക്ക് വൈകും. നിങ്ങളുടെ പേരുകൾ ഏറ്റവും അവസാനം ഓർഡർ തന്നവരുടെ പേരായിരിക്കും ഏറ്റവും അടിയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ കാര്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാരണം നമുക്ക് എല്ലാ പേർക്കും എല്ലാവരോടും സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോംബോ വിശേഷങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അയച്ച ദിവസം, അതായത് തിങ്കൾ ടു വ്യാഴമുള്ളിൽ അയച്ചിട്ട് മെസ്സേജ് ഇടുമെന്ന് മെസ്സേജ് നിങ്ങൾക്ക് തരും. ഇനി അഥവാ തന്നില്ലെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുക. നിങ്ങൾക്കൊരു തമ്പായിരിക്കും തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്
എന്നുള്ളത്. അപ്പോൾ അയക്കുന്ന ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ ട്രാക്ക് ഐ ഡി എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇൻഫർമേഷൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളും നമുക്കതിനെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളാണ് പിന്നീട് അലേർട്ടായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ കോംബോയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 419 രൂപയ്ക്ക് 8 ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ കോംബോ വെയിറ്റ് ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 10 ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. നിങ്ങൾക്ക് എല്ലാ 10 ആ കോംബോയേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാൻസൊക്കെയാണ് ഇപ്രാവശ്യം നമ്മുടെ കോംബോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറുത് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് പറ്റുമോ, അങ്ങനെ ചെറുത് മാത്രം വാങ്ങിച്ച് ഗാർഡൻ തുടങ്ങി ഇന്ന് വിപുലമായ ഗാർഡനുള്ള ഒരുപാട് പേർ നമ്മുടെ അറിവിലും നമ്മുടെ പരിചയത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് തുടക്കക്കാർക്കൊക്കെ എനിക്കിത് പറ്റുമോ എന്ന് വേണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കോംബോ വാങ്ങാവുന്നതാണ്. അതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു കോംബോയാണിത്. നമ്മുടെ ഈ കോംബോ കുറേ നാളുകൊണ്ടേ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്ത് അതായത് ഒരു റോസ് പോലും ഇല്ലാത്തവർ, വളരെ ചെടി വാങ്ങാനൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ഈ കോംബോ വാങ്ങിയിട്ട് ഇപ്പോൾ വലിയ ഗാർഡനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിന്നുമാണ് നമ്മളിപ്പോഴും ഈ കോംബോ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനകം സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ കോംബോ വേണ്ടവർ വേഗം തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കോംബോ 419 എന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് തരും. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സ്നേഹപൂർവ്വം ഹാദിയ.